ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ BA ഹിന്ദി മേഡീസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ദിരാ ഗോസ്വാമിയുടെ യാത്രാ വൃത്താന്തമായിട്ടുള്ള ഏക അവസ്മരണീയ യാത്ര. 1942 ആസാമിലെ പ്രശസ്തമായ ഒരു വൈഷ്ണവ കുടുംബത്തിലാണ് ഇന്ദിരാ ഗോസ്വാമി ജനിച്ചത്. ആശ്രമത്തിലായിരുന്നു ഇന്ദിരാ ഗോസ്വാമിയുടെ കുട്ടിക്കാലം ചെലവഴിച്ചത്. അതിനാൽ അത്തരം ആശ്രമങ്ങളിൽ സംഭവിക്കുന്ന അധപതനം ഗോസ്വാമി അടുത്തറിഞ്ഞു. ഈ ആശ്രമങ്ങൾ പണശക്തിയാലും അതിൻ്റെ ധാർമ്മികവും മതപരവുമായ മൂല്യങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. വൃന്ദാവനിൽ താമസിക്കുമ്പോൾ ബംഗാളി വിധവകളുടെ ദുരവസ്ഥയും അവർക്കെതിരെ നടക്കുന്ന ക്രൂരമായ അതിക്രമങ്ങളും അദ്ദേഹം വളരെ അടുത്തുനിന്ന് കണ്ടറിഞ്ഞു. ഈ നിസ്സഹായവും അവഗണിക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരുമായ വിധവകളുടെ ദുരന്തം നീൽഖണ്ഡി ബസ് എന്ന നോവലിലുണ്ട്. ഇന്ദിരാ ഗോസ്വാമിയുടെ കൃതികൾ സ്ത്രീ മനസ്സിൻ്റെ വേദനയെ, പ്രത്യേകിച്ച് വൃന്ദാവനിലെ വിധവയുടെ വേദനയെ വിവരിക്കുന്നു. അവരുടെ നോവലിലെ രണ്ടാമത്തെ പ്രധാന പ്രമേയം ആസാമിലെ കാംപൂരിലെ തൊഴിലാളികളുടെ വേദനയെക്കുറിച്ചുള്ള വിവരണമാണ്. ഒരു വ്യക്തി, വർഗം അല്ലെങ്കിൽ സമൂഹം നടത്തുന്ന സംഘടിതമോ അസംഘടിതമോ ആയ ആക്രമം മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യരോട് ഇന്ദിരാ ഗോസ്വാമി സഹതാപം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ദിരാ ഗോസ്വാമി തൻ്റെ രചനകളിലും മതപരമായ ആവേശത്തിലും വിവിധ മേഖലകളിലെ ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ അടിച്ചമർത്തപ്പെട്ട, അപമാനിതരായ, അവഗണിക്കപ്പെട്ട, ദുരിതമനുഭവിക്കുന്ന വിഭാഗങ്ങളുമായി അവർ അപ്പോഴും ബന്ധം പുലർത്തിയിട്ടുണ്ട്. കൂടാതെ ജ്ഞാനപീഠ അവാർഡും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഏക അവിസ്മരണീയ യാത്രയിൽ കാംരൂപ മേഖലയുടെ നിഗൂഢമായ സ്വഭാവത്തിലേക്ക് ഒരു ആകർഷണീയത സൃഷ്ടിക്കുന്നതിനൊപ്പം ആ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങളും എഴുത്തുകാരി ചൂണ്ടിക്കാട്ടുന്നു. പ്രൊഫസർ മിർജാക്കറും ഇന്ദിരാ ഗോസ്വാമിയും കാസിരംഗ ദേശീയോദ്യാനത്തിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഡൽഹി സർവകലാശാലയിലെ ഇന്ത്യൻ ഭാഷാ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഇരുവരും ആസാമീസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആസാമിലേക്ക് പോയിരുന്നു. ഇരുട്ടാകുന്നതിന് മുമ്പ് വീട്ടിലെത്താനുള്ള തിരക്കിലായിരുന്നു അവർ. വന്യമൃഗങ്ങളെ തനിക്ക് ഭയമില്ല, പക്ഷേ തീവ്രവാദികളെ തനിക്ക് ഭയമാണെന്ന് മിർജാക്കർ പറഞ്ഞു. അയാൾക്ക് തീവ്രവാദികളെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. പഞ്ചാബിൽ നിന്നും കാശ്മീരിൽ നിന്നുമുള്ള തീവ്രവാദികൾ ആസാമിലെ വനങ്ങളിൽ പ്രവേശിച്ച് പ്രാദേശിക ഗുണ്ടകളോടൊപ്പം ചേർന്നിട്ടുണ്ടെന്ന് ആരോ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഈ റോഡ് രക്തത്തിൽ കുതിർന്നിരുന്നുവെന്ന് ഡ്രൈവർ രമാകാന്ത് പറയുമായിരുന്നു. ഇരുവശത്തു നിന്നും എപ്പോഴും മെഷീൻ ഗണ്ണുകൾ വെടിവെക്കുകയും ഗ്രനേഡുകൾ എറിയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ സമാധാനമുണ്ട്. യാത്രയുടെ മധ്യത്തിൽ കാർ കേടായി. റോഡിന് എതിർവശത്തുള്ള കടയിൽ നിന്ന് ഒരു വൃദ്ധൻ ഒരു വിളക്കുമായി വന്നു. 7 മൈൽ ദൂരെ ഒരു കടയുണ്ടെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. വൃദ്ധൻ ഒരു കാർ നിർത്തി ഡ്രൈവറെ അതിൽ കയറ്റി മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് അയച്ചു. ഇന്ദിരാ ഗോസ്വാമിയും പ്രൊഫസറും ഒരു കടയിലേക്ക് പോയി. അവർ ഒരു ബെഞ്ചിലിരുന്നു. അകത്തു നിന്ന് ഒരു വൃദ്ധ വന്നു. ലേഖികയ്ക്ക് ആ പ്രദേശത്തെക്കുറിച്ച് ആ വൃദ്ധയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വൃദ്ധ പറയുന്നു, 7 വർഷത്തിനുള്ളിൽ നദി അവരുടെ ഭൂമി മുഴുവൻ പിടിച്ചെടുത്തു. ആ പ്രദേശത്തിലെ ചില ആൺകുട്ടികൾ തീവ്രവാദികളുടെ ലക്ഷ്യങ്ങളായി മാറുന്നു. പട്ടാളക്കാർ അവരുടെ പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ അവരുടെ ദുരിതം വർദ്ധിക്കുന്നു. ഒരു ഇന്ത്യൻ സൈനികനുമായി പ്രണയബന്ധം പുലർത്തിയ കുറ്റത്തിന് കാംപൂരിലെ നിവാസികൾ സ്വന്തം പെൺമക്കളെയും സഹോദരിമാരെയും പോലും പീഡിപ്പിക്കുന്നു. ആ കടയിൽ നിന്നാണ് ലേഖിക ഇതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണം കണ്ടെത്തിയത്. അവരുടെ മകൻ വെടിയേറ്റ് പരിക്കേറ്റതിനെ തുടർന്ന് ആ കടയിലേക്ക് വന്നു. ആ വൃദ്ധയുടെ മകളെ കണ്ടപ്പോൾ അയാൾ അവളെ അധിക്ഷേപിച്ചു. ഏക അവിസ്മരണീയ യാത്ര എന്ന യാത്രാ വൃത്താന്തത്തിൽ ഇന്ദിരാ ഗോസ്വാമി ആസാമിലെ ആതങ്കവാദികളുടെയും വെള്ളപ്പൊക്കവും തീവ്രവാദികളുടെ വെടിയുണ്ടയാൽ ജീവൻ നഷ്ടപ്പെട്ട യുവാക്കളെ പറ്റിയും ചിത്രീകരിച്ചിരിക്കുന്നു.